പശ്ചിമബംഗാൾ രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ട് തൃണമൂൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും രാജ്യസഭാംഗവുമായ സുകേന്ദു ശേഖർ റോയ് പാർട്ടിയിൽ നിന്നും രാജ്യസഭാംഗത്തിൽ നിന്നും രാജിവെച്ചു. പാർട്ടി കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്നതിനിടെയുണ്ടായ ഈ രാജി മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസിന് വലിയ രാഷ്ട്രീയ പ്രഹരമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. പശ്ചിമബംഗാൾ രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ട് തിങ്കളാഴ്ച രാവിലെ പാർലമെന്റിലെത്തി തൃണമൂൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും രാജ്യസഭാംഗവുമായ സുകേന്ദു ശേഖർ റോയ് തന്റെ രാജിക്കത്ത് ഔദ്യോഗികമായി സമർപ്പിച്ചത് ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധിയുടെ തുടക്കമായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിക്ക് ശേഷം പാർട്ടിയിൽ അനുദിനം വർദ്ധിച്ചുവരുന്ന അരാജകത്വത്തിലും പ്രത്യേകിച്ചും പാർട്ടി നേതൃത്വത്തിന്റെ സമീപനങ്ങളിലും പ്രവർത്തന ശൈലിയിലും അദ്ദേഹം കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നുവെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള 15 വർഷത്തെ ഭരണകാലത്തെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ രാജിക്കത്ത്. അഴിമതി ആരോപണങ്ങളും സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിലെ വീഴ്ചകളും ഉൾപ്പെടെയുള്ള അതീവ ഗൗരവകരമായ വിഷയങ്ങൾ അദ്ദേഹം ഇതിൽ എടുത്തു പറയുന്നുണ്ട്. കൂടാതെ ആരോഗ്യം, വിദ്യാഭ്യാസം, തൊഴിൽ തുടങ്ങിയ നിർണായക മേഖലകളിലെ സർക്കാരിന്റെ പരാജയങ്ങളും അദ്ദേഹം തന്റെ കത്തിൽ അക്കമിട്ട് നിരത്തുന്നുണ്ട്. തിരഞ്ഞെടുപ്പിൽ BJPക്ക് ലഭിച്ച ജനവിധി കേവലം ഒരു രാഷ്ട്രീയ മാറ്റമല്ല, മറിച്ച് കഴിഞ്ഞ 10 വർഷത്തെ തൃണമൂൽ ഭരണത്തോടുള്ള ജനങ്ങളുടെ അഗാധമായ അവിശ്വാസത്തിന്റെയും പ്രതിഷേധത്തിന്റെയും പ്രതിഫലനമാണെന്ന സുകേന്ദു ശേഖർ റോയിയുടെ നിലപാട് വരും ദിവസങ്ങളിൽ പാർട്ടിയിൽ കൂടുതൽ വിള്ളലുകൾക്ക് കാരണമാകുമെന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. സുകേന്ദു ശേഖർ റോയിയുടെ രാജി ഒറ്റപ്പെട്ട സംഭവമല്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. നിലവിൽ തൃണമൂൽ കോൺഗ്രസിൽ വലിയൊരു വിമത വിഭാഗം രൂപപ്പെട്ടു കഴിഞ്ഞു. പാർട്ടിയിലെ യുവ നേതാവും മമതയുടെ അനന്തരവനുമായ അഭിഷേക് ബാനർജിയുടെ വർദ്ധിച്ചുവരുന്ന സ്വാധീനത്തിൽ അതൃപ്തിയുള്ള മുതിർന്ന നേതാക്കൾ ഈ വിമത ക്യാമ്പിലുണ്ട്. വിമതർ ഈ നീക്കത്തെ ഓപ്പറേഷൻ ക്രൗൺ പ്രിൻസ് എന്നാണ് വിളിക്കുന്നത്. നിയമസഭയിൽ ഇതിനോടകം തന്നെ 80-ൽ 58 MLA-മാർ പാർട്ടിയിൽ നിന്നകന്ന് ഒരു ബ്ലോക്കായി മാറിക്കഴിഞ്ഞു. ഈ അതൃപ്തി ഇപ്പോൾ പാർലമെന്റിലേക്കും വ്യാപിക്കുകയാണ്. ലോക്സഭയിലുള്ള 28 തൃണമൂൽ MP-മാരിൽ 20 പേർ ഡൽഹിയിൽ രഹസ്യ കേന്ദ്രത്തിൽ ഒത്തുചേർന്ന് ചർച്ചകൾ നടത്തുന്നതായും റിപ്പോർട്ടുകളുണ്ട്. തൃണമൂൽ അധ്യക്ഷ മമതാ ബാനർജിയും അഭിഷേക് ബാനർജിയും ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിൽ പങ്കെടുക്കാൻ ഡൽഹിയിൽ ഉള്ളപ്പോഴാണ് ഈ വിമത നീക്കങ്ങൾ നടക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. വിമത MP-മാർ ലോക്സഭാ സ്പീക്കറെ കണ്ട് തങ്ങളെ പ്രത്യേക ബ്ലോക്കായി അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട്. കൂറുമാറ്റ നിരോധന നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ 19 MP-മാരുടെ പിന്തുണയെങ്കിലും ഇവർക്ക് ആവശ്യമാണ്. BJP നേതാക്കളുമായി വിമതർ ചർച്ചകൾ നടത്തുന്നതായും അഭ്യൂഹങ്ങളുണ്ട്. പാർട്ടിയിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് തടയാൻ മമതാ ബാനർജി അവസാന നിമിഷവും ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി പാർട്ടിയിൽ വലിയൊരു അഴിച്ചുപണി മമത നടത്തിയിരുന്നു. അഭിഷേക് ബാനർജിയുടെ അധികാരം നിയന്ത്രിക്കുന്നതിനായി ഡെറിക് ഒബ്രിയാൻ, ഡോളോ സെൻ എന്നിവരെ ജോയിന്റ് നാഷണൽ സെക്രട്ടറിമാരായി നിയമിച്ചത് ഇതിന്റെ ഭാഗമാണ്. എന്നാൽ താഴെത്തട്ടിലുള്ള കൗൺസിലർമാർ വരെ വിമത ക്യാമ്പിലേക്ക് ചായാൻ നീക്കം തുടങ്ങിയത് മമതയെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. സുകേന്ദു ശേഖർ റോയിയുടെ രാജി തൃണമൂൽ കോൺഗ്രസിലെ ആഭ്യന്തര കലഹം പുതിയ തലത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. വരുന്ന വർഷകാല സമ്മേളനത്തിൽ പാർലമെന്റിൽ തൃണമൂൽ കോൺഗ്രസിന് ഈ പ്രതിസന്ധി വലിയ തിരിച്ചടിയാകും. ഒപ്പം നിൽക്കുന്ന MP-മാരെ വിശ്വാസത്തിലെടുക്കുന്നതിൽ പാർട്ടി നേതൃത്വം പരാജയപ്പെട്ടോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. പാർട്ടിയിൽ ചർച്ചകൾക്കുള്ള വേദിയല്ലെന്നും എല്ലാ തീരുമാനങ്ങളും ഏകപക്ഷീയമാണെന്നും രാജിവെച്ച ശേഷം സുകേന്ദു ശേഖർ റോയ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. 2011 മുതൽ രാജ്യസഭാംഗമായും പാർട്ടിയിലെ പ്രമുഖ മുഖമായും പ്രവർത്തിച്ച വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ച് തീർത്തും അപ്രതീക്ഷിതവും ആഘാതകരവുമാണ്. തൃണമൂൽ കോൺഗ്രസിലെ മുതിർന്ന നേതാവ് സുകേന്ദു ശേഖർ റോയിയുടെ രാജി പാർട്ടിക്ക് കനത്ത തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. ആഭ്യന്തര കലഹങ്ങളും നേതൃത്വത്തോടുള്ള അതൃപ്തിയും രൂക്ഷമായിരിക്കെ പാർലമെന്റ് അംഗങ്ങളും MP-മാരും അടക്കമുള്ളവരുടെ കൊഴിഞ്ഞുപോക്ക് മമതാ ബാനർജിയുടെ രാഷ്ട്രീയ അടിത്തറയെ തന്നെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് തള്ളിയിട്ടിരിക്കുന്നു. വരാനിരിക്കുന്ന വർഷകാല സമ്മേളനത്തിൽ ഇത് പാർട്ടിയെ കൂടുതൽ ദുർബലമാക്കുമെന്നും മമതയുടെ നേതൃത്വത്തിലുള്ള പാർട്ടിക്ക് ഈ വലിയ രാഷ്ട്രീയ വെല്ലുവിളിയെ മറികടക്കുക എന്നത് വളരെ ദുഷ്കരമായിരിക്കുമെന്നുമാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്.